ഹലോ വെൽക്കം ടു മൈ ചാനൽ കോസി ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബോ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്രേ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഏകദേശം 1 മീറ്ററിന് 59 രൂപയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം 15 ഇഞ്ചും 9 ഇഞ്ചും വീതിയും നീളമുള്ള ഒരു പീസ് തുണി എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനെ പകുതിയാക്കി ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ മേൽവശത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ സ്റ്റിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചെടുക്കണം കേട്ടോ ഉള്ളിൽ കൂടെ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ പകുതിയായിട്ട് മടക്കാം. സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ആ സെൻറ്ററിലേക്ക് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഒരു സെൻറ്ററിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് നേരെ ബോ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പീസ് എടുക്കാം. അതായത് 15 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് തുണിയാണ് നമുക്കിനി ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതിനെ ട്രയാങ്കിൾ രീതിയിൽ മടക്കി കൊടുത്ത് ഇതിൻ്റെ 2 വശം അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ലാസ്റ്റ് ഗ്യാപ്പ് ഇട്ട് അടിച്ചെടുക്കണം. നമുക്കത് ഉള്ളിലൂടെ നല്ല വശം പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണിച്ച കോർണറിൻ്റെ അവിടെ നമ്മളൊന്ന് ഫ്ലാറ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കണം. കോർണറൊക്കെ ഷാർപ്പായിട്ട് വെക്കാനായിട്ട് പെൻസിൽ കൊണ്ട് ഞാനിങ്ങനെ പുറത്തുനിന്ന് നേരെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ നേരത്തെ വിട്ട് കൊടുത്ത ആ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് നമുക്കതൊന്ന് അടിച്ച് കൊടുക്കണം. ഞാനിവിടെ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് അത് സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് എടുക്കണം. അതായത് 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളം നമുക്ക് എത്ര വേണമെങ്കിലും ആക്കാം. കാരണം നമ്മൾ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് ബോ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ നടു സ്റ്റിച്ച് ചെയ്ത് വെച്ച പീസ് എടുത്തിട്ട് നമുക്കൊരു ബോൻ്റെ ഷേപ്പിൽ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സൂചി കൊണ്ട് വേണമെങ്കിൽ ഇത് തുന്നിയെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നൂല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ചെയ്താലും മതി. ഇപ്പം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസും കൂടി യോജിച്ചെടുക്കണം. ആ ഒരു ട്രയാങ്കിൾ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിനെങ്ങനെ മടക്കി മടക്കി കൊടുത്ത് ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് ഇതും അതുംപാടെ വെച്ചിട്ട് നമ്മൾ നൂലുകൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഏകദേശം അതിനോട് സാമ്യമുള്ള ഒരു നൂലെടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ നിൽക്കും. ഇനി നമ്മൾ ആ എക്സ്ട്രാ നമ്മൾ നടുവാക്കാൻ പറ്റിയിരുന്ന ഒരു ചെറിയ പീസ് ഇല്ലേ, അത് വെച്ചിട്ട് നമ്മൾ വേണ്ട ഭാഗം എത്രയാണോ നോക്കിയിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളത് മറിച്ചിങ്ങനെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ അറിയും. അതുകൊണ്ടാണ് ഞാൻ അത് ഉള്ളിലോട്ടാക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പോ നോർമൽ ക്ലിപ്പോ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് പശയുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പശ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബോ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് നമുക്ക് സൈഡിൽ മുത്തൊക്കെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ബോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.